വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ജാനുവരി 1. അന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെയാണ്. ലോകമെമ്പാടും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ന്യൂ ഇയറിനോടൊപ്പം വെഡിങ് ആനിവേഴ്സറിയും ആഘോഷിക്കുന്നുണ്ട്. അപ്പം അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞങ്ങൾ, അതായത് ജാനുവരി 1 ഞങ്ങൾ രാത്രി പള്ളിയിൽ പോയിട്ട്, ഇപ്പം സമയം ആക്ച്വലി 2-2:30 ക്ലോക്കിൽ കാണാൻ പറ്റുന്ന തരത്തിൽ 2 മണി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്കെല്ലാം എടുത്ത് സെറ്റ്, ഞങ്ങൾ തലേദിവസം പോയി കേക്കൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതെല്ലാം ഞങ്ങൾ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കേക്ക് പ്രാർത്ഥിച്ച് കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പടക്കമുണ്ട്, അതൊക്കെ നമ്മൾ പൊട്ടിക്കുവേ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഒക്കെ ഒന്ന് കേക്ക് കട്ട് ചെയ്യാനും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കാൻ പറ്റി. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പറ്റുവാണെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ നമ്മളിതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവർക്കും പറ്റില്ല, ജോലി സംബന്ധമായി പലർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും, അതെനിക്ക് മനസ്സിലാകും. എങ്കിൽ പോലും പറ്റുവാണെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ മാത്രം അതൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ പപ്പായോട് പറയുമായിരുന്നു, പപ്പ പോയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച്, പപ്പ മെഴുകുതിരി കത്തിച്ച് വെച്ച് തരുന്നത് എൻ്റെ സന്തോഷമേ കേക്കിൽ. എൻ്റെ പപ്പായുടെ ആ ഒരു കൈ കൊണ്ട് തന്നെ മെഴുകുതിരി കത്തിച്ച് തരുന്നത് എനിക്ക് ഒരു സന്തോഷം. അപ്പോൾ എൻ്റെ പപ്പ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ എല്ലാവരും മുടിയൊക്കെ സെറ്റാകുവാണേ. അവൻ അറിയുന്നില്ല, ആക്ച്വലി റീച്ചേൻ്റെ അനിയനാണ്, പുള്ളിക്കാരൻ അറിയുന്നില്ല ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. അവനാണ് ഒരുങ്ങുവാണ്. അവിടെ ഒരു കണ്ണാടി പോലൊരു സാധനമുണ്ട് മേളിൽ, നിങ്ങൾ കാണുന്നില്ല, അതും ഒരു മിറർ പോലത്തെ മിറർ വർക്ക്, അതുപോലൊരു വർക്ക് ആ സൈഡിലും ഉണ്ട്. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെയാണ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങളുടെ കേക്ക് കട്ടിങ് ഒക്കെ. ഞങ്ങളുടെ സന്തോഷം, ഞങ്ങൾ പള്ളിയിൽ നിൽക്കുമ്പോഴാണ് ന്യൂ ഇയർ 12 o'clock ആവുന്നത്. അപ്പോൾ ആ വിശുദ്ധ മധുവായിലോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് ന്യൂ ഇയർ ആകുന്നതും മെഴുകുതിരി കത്തിച്ച് നിൽക്കുന്നതും ബെല്ലടിക്കുന്നതും പള്ളിയിൽ. അപ്പം മനസ്സിന് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു തൃപ്തിയാണ് ഞങ്ങൾക്ക്. പള്ളി നിൽക്കുമ്പോഴല്ലേ നമ്മളുടെ ആ ന്യൂ ഇയർ. എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഞങ്ങൾ എല്ലാവരും കൂടെ സെൽഫി എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 പേരുടെ സെൽഫി എടുക്കുന്നു. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അത് നോക്കി നിൽക്കുക. ചിലരെന്നോട് ചോദിച്ചു, റീച്ചാൻ്റെ ഫാമിലി, അതായത് പേരൻസിനെ ഒന്നും കാണുന്നില്ലെന്ന്. സോറി, അവരിപ്പോൾ ഈ ലോകത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരിക്കലും ആരെയും അവോയ്ഡ് ചെയ്യുന്നതല്ല, ആരും അങ്ങനെ വിചാരിക്കരുത്. ദൈവം സഹായിച്ച് ഇപ്പം എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, ഞങ്ങൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തിന് ഞങ്ങളൊരു നന്ദി പറയാതെ ഞങ്ങൾ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ പ്രാർത്ഥിക്കുകയാണ്. അച്ചാച്ചൻ പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത്. പേരൻസിൻ്റെ ബ്ലെസ്സിങ് ഭയങ്കര അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത്രയും നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയും പേരൻസിൻ്റെ ബ്ലെസ്സിങ്സും അവരുടെ പ്രാർത്ഥനയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് ദൈവത്തിൻ്റെ കരുണയാൽ പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം ഇനിയും കേട്ടോ. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation, I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation, I want the world to know I'm happy as can be.
I was afraid to think that you thought you were above. വളരെ സന്തോഷമായിരുന്നു. 24-ാം വർഷം ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ മഹത്തായ 24 വർഷം ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ ദൈവം അവസരം തന്നു. കുഞ്ഞുങ്ങളുമൊത്ത് എല്ലാവരും ഒത്ത് ജീവിക്കാൻ അവസരം തന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. വളരെ സന്തോഷമായിരുന്നു. നല്ലൊരു ന്യൂ ഇയർ ആയിരുന്നു. ഈ ഒരു വർഷക്കാലം ദൈവം അനുഗ്രഹത്തോടെ നടത്തിയാൽ മാത്രം മതി എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. കേക്ക് കട്ട് ചെയ്തിട്ട് അമ്മ റീച്ചാൻ്റെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു, ഈ വലിയൊരു പീസ് കേക്ക് ഞാൻ മോന് കൊടുക്കട്ടെ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അമ്മ വലിയ പീസ്? 24 വർഷമായല്ലോ എന്ന്. അപ്പം റീച്ചാൻ പറയാം, 24 വർഷം എൻ്റെ മോളെ സഹിച്ചതിൻ്റെ പ്രത്യേകമായിട്ട് അമ്മ എനിക്ക് കേക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അത് ചിരിക്കുമായിരുന്നു ഞങ്ങളതെല്ലാം കൂടെ കേട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ എപ്പോഴും ഉള്ള കാര്യം തന്നെ ഗിഫ്റ്റ് ടൈം. 2 പേർക്കും അറിയത്തില്ല എന്താണ് 2 പേരും പരസ്പരം കൊടുക്കുന്നതെന്ന്. ഞങ്ങൾ 2 പേരും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. റീച്ച എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, എടാ ഈ പ്രാവശ്യം നിനക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഇല്ല, ഈ പ്രാവശ്യം എനിക്കൊന്നും മേടിക്കാൻ സാധിച്ചില്ല എന്ന്. അപ്പോൾ എനിക്കറിയാം അത് കള്ളമാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്ക് എൻ്റെ റീച്ചാൻ ഒരു മുട്ടായി എങ്കിലും തരാതിരിക്കത്തില്ല. എനിക്ക് വലിയ ഗിഫ്റ്റിനോടൊന്നും അല്ല തരും. എൻ്റെ റീച്ചാൻ എനിക്കൊരു മുട്ടായി തന്നാൽ മതി, അത് തന്നെ എൻ്റെ വലിയ സന്തോഷമാണ്. അപ്പോൾ എനിക്കറിയാം എന്തായാലും ഉണ്ടാകുമെന്ന്. എന്നാലും റീച്ചനെ സന്തോഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, വേണ്ട അച്ഛാ, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ ഒരിക്കലും റീച്ച അങ്ങനെ ചെയ്യാതിരിക്കത്തില്ല. ഞാൻ ഒരിക്കലും വലിയ ഗിഫ്റ്റുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഗൈസ്. എൻ്റെ അച്ഛൻ എനിക്കൊരു നല്ലൊരു ഉമ്മ തന്നാൽ മതി, അത് മതി എനിക്ക്. അത് തന്നെ എൻ്റെ എനിക്ക് അച്ഛൻ തരുന്ന വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഞാനും ഗിഫ്റ്റൊക്കെ മേടിച്ചു. ഞാൻ റീച്ചനോട് പറഞ്ഞു, ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് റീച്ചാന്ന്. എന്തായാലും റീച്ചാൻ അറിയാം ഞാൻ ഗിഫ്റ്റ് മേടിക്കാതിരിക്കത്തില്ലെന്ന്. പിന്നെ വെറുതെ എനിക്ക് അച്ഛനോട് കള്ളം പറയുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ എനിവേ എന്തായാലും തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും കള്ളത്തരം പറയുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത് ഞാൻ പിള്ളേരെ പതുക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. സച്ചിമോനെ ഞാൻ പറഞ്ഞു വിട്ടു, മോൻ പോയിട്ട് അമ്മയുടെ ഗിഫ്റ്റ് എടുത്തിട്ട് അവൻ്റെ പെട്ടിക്കകത്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ പെട്ടിക്കകത്ത് വല്ലതും വെച്ച റീച്ച് എന്തിനേലും തപ്പിയെടുത്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അവനത് എടുക്കാൻ വേണ്ടിയിട്ട്, അതാണ് പിള്ളേരെ നിങ്ങളിപ്പോൾ അവിടെ കാണാത്തത്, അതെടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചൻ മോളും മോനും കൂടെ മേളിൽ പോയിരിക്കുകയാണ്. റീച്ചാനും അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. 2 പേരുടെയും ഗിഫ്റ്റ് മക്കളെ ഏൽപ്പിക്കുന്നത്. മക്കളുടെ റൂമിൽ വെച്ചാൽ ഞങ്ങളങ്ങനെ പരതാൻ കയറത്തില്ലല്ലോ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എൻ്റെ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവിടെ ഈ മധുരത്തിൻ്റെ ഇങ്ങനെ നമ്മളുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കത്തില്ല, അതൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ കൊടുക്കാം. ഞങ്ങളുടെ റീച്ചാൻ ഇനി അതെല്ലാം പിടിച്ച് വെക്കാതെ, കസാരയൊന്നും പിടിച്ച് അതാത് സ്ഥാനത്തിടാതെ ഒരു സമാധാനവും റീച്ചാനില്ല. റീച്ചാൻ അങ്ങനെയാണേ. റീച്ചാൻ ഒന്നും അലങ്കോലപ്പെട്ട് കിടക്കുന്നതോ അങ്ങനെയൊന്നും റീച്ചാൻ ഇഷ്ടമല്ല. റീച്ചാൻ അതൊക്കെ ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാം എല്ലാം നമ്മൾ ചെയ്താലും റീച്ചാൻ്റെ ഒരു കൈ വന്ന് എല്ലായിടത്തും ഒന്ന് ടച്ച് ചെയ്യാതെ റീച്ച ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ താഴെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ വീഴ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി എടുക്കാൻ. ഇപ്പോൾ പിള്ളേർ വന്നു, അവരതും കൊണ്ട് ഗിഫ്റ്റും കൊണ്ട് വന്നതാണേ. അപ്പോൾ എന്നോട് പറയുക അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ റീച്ചനെ പിടിച്ച് നിർത്തുവാണ്. എന്നിട്ട് എന്നോട് പറയാം, അമ്മ കണ്ണടയ്ക്കുക, അമ്മ അവിടെ നിൽക്കുക, അമ്മ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൻ ഫോൺ എടുത്ത് കൊടുക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിള്ളേർ വന്നിട്ട് നിൽക്കുന്ന അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ ഗൈസ്? ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളടോ ഒരു സന്തോഷമൊക്കെ. നമുക്ക് കിട്ടുന്ന സമയമൊക്കെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ പുതുവത്സര ആശംസകൾ നേരുന്നു കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ എവരിവൻ. ഗോഡ് ബ്ലെസ് യു. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകും. പക്ഷെ പതറിപ്പോകരുത്, പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണം. എന്തൊക്കെ വന്നാലും പതറിപ്പോകല്ലേ. നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്ന ഒരു ഈശ്വരൻ, ദൈവം ഒക്കെ നമുക്കുണ്ട്. ആ ഒരു ശക്തിയെ വിളിച്ച് മുറുകെ പിടിച്ചങ്ങ് നിന്നോണം. ഒരിക്കലും
നമ്മളെ സമാധാനക്കേട് വരാനൊക്കെ ശ്രമിപ്പിക്കും. പക്ഷെ നമ്മൾ അതിലൊന്നും പതറിപ്പോയത് മുറുക്കെ പിടിച്ച് നിൽക്കണം. അപ്പം ഞാൻ കണ്ണടച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരാദ്യം അവരുടെ ഗിഫ്റ്റ് കൊണ്ട് ഡ്രസ്സായിരുന്നു കേട്ടോ. മോളും മോനും കൂടെ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് പറയും, അമ്മ എനിക്ക് വേറെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞു, മോനെ അതിനകത്തൊന്നും കാര്യമില്ല, ഒരു കുഴപ്പമില്ലെന്നേ. അത് കഴിഞ്ഞിട്ട് അമ്മയും പപ്പയും കൂടെ അച്ചാച്ചനും കൂടെ റീച്ചാനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എൻ്റെ ഗിഫ്റ്റ് ഓൾറെഡി അവർ തന്നു. ആ സാരിയൊക്കെ ഞാൻ പിന്നീട് ഉടുത്ത് ഞാൻ കാണിക്കാം. ഒരു സാരി ആയിരുന്നേ റീച്ചാൻ്റെ ഗിഫ്റ്റ്. റീച്ചെനിക്ക് കല്യാൺ സിൽക്സിൻ്റെ ഒരു കവർ. എന്നിട്ട് റീച്ച എന്നോട് പറയുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുക, എടാ എനിക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല, കല്യാൺ സിൽക്സിൽ നിന്ന് ഞാനൊരു സാരിയാണ് മേടിച്ചുള്ളൂ, നിനക്ക് ഇതായുള്ളൂ ഇപ്രാവശ്യം എൻ്റെ ഗിഫ്റ്റ്. ഞാൻ പിന്നെ എൻ്റെ റീച്ച ഇതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ റീച്ചൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാമോ എന്ന് വിചാരിച്ചു. എന്തായാലും സാരിയല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് തുറന്ന് നോക്കാമെന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ബോക്സ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സാരി അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവൻ തുറന്നപ്പോൾ എനിക്കാണ് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എന്നോ ഫേസ്ബുക്കിലെ ഒരു ജ്വല്ലറിയുടെ ഒരു കളക്ഷൻ കണ്ടായിരുന്നു. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണേ. കണ്ടോ, തനിഷ്ക് ജ്വല്ലറി എന്നാണ് ഒരു മാലയാണ്. അതിൻ്റെ ആ ഒരു ലോക്കറ്റ് അതിൽ വട്ടത്തിലുള്ള വള്ളം പോലത്തെയാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ നോക്കട്ടെ, ഇവിടെ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പം അടിപൊളി ഒരു സെറ്റായിരുന്നേ. ഞാൻ ആക്ച്വലി വേണമെന്ന് പറഞ്ഞതല്ല, ഞാൻ എന്നോ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഞാൻ റീച്ചനെ കണ്ടു, ഇത് കണ്ടു, എൻ്റെ ഫാഷൻ കണ്ടു നല്ലത്. ഇപ്പം ഞാൻ റീച്ചനോട് പോയി വഴക്കുണ്ടാക്കുവാണേ. റീച്ച എന്നെ കളിപ്പിക്കുമായിരുന്നു, റീച്ച ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് റീച്ചനെ കണ്ണടപ്പിച്ച് നിർത്തുവാണ് എൻ്റെ ഗിഫ്റ്റ് കൊടുക്കാൻ. ഞാനൊരു വാച്ച് കൊടുത്തു, അതിൻ്റെ കൂടെ വേറൊരു സാധനവും ഞാൻ കൊടുത്തേ. എല്ലാ പ്രാവശ്യവും ഞാൻ ഭയങ്കര വാച്ചൊക്കെ, അടിപൊളി വാച്ചൊക്കെ കൊടുക്കുവേ. ഈ എന്താ പറയുന്നത്, റാഡോ വാച്ചൊക്കെ ഞാൻ കൊടുക്കും. റീച്ചന് വാച്ചിൻ്റെ കളക്ഷൻ ഭയങ്കരമാണ്. എത്ര വാച്ച് ഉണ്ടെന്ന് ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല. പറയുമ്പോൾ എല്ലാവരും വയ്ക്കുക അഹങ്കാരം കൊണ്ട് പറയുവാന്ന്. വാച്ച് പറയുന്നില്ല. ഒരുപാട് റോളക്സ് തൊട്ട് താഴോട്ടുള്ള എല്ലാ വാച്ചും റീച്ചൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആൾഡോയുടെ വാച്ച് ഇല്ലായിരുന്നേ. അപ്പം ഞാനൊരു ആൾഡോ വാച്ച് കൊടുത്തു. അപ്പം എല്ലാ വർഷവും ഞാൻ വാച്ചാണ് ഭയങ്കര വിലയുടെ വാച്ചാണ് കൊടുക്കാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ ആൾഡോയുടെ ഒരു വാച്ച് കൊടുക്കണം. എന്ത് കൊടുത്താലും ഒരു വാച്ച് കൊടുക്കുമ്പോഴാണ് എനിക്കെടുത്തെടുത്ത് റീച്ചാനൊരു സന്തോഷമാണ്. വാച്ച് കളക്ഷൻ അത്രമാത്രം ഉണ്ട് റീച്ചാൻ്റെ കയ്യിൽ. അപ്പോൾ റീച്ചൽ കാണിക്കുന്നത് ആളുടെ ഒരു വാച്ച് നല്ല കളറായിരുന്നു. എൻ്റെ സ്ട്രാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. റീച്ചൻ അത് എടുത്ത് നോക്കാനൊക്കെ അപ്പോൾ ഞാൻ റീച്ച ഇവിടെ വന്നിക്ക് ഇനിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. റീച്ച ഇനിയുണ്ടോ, കഴിഞ്ഞില്ലയോ എന്നൊക്കെ പറഞ്ഞ് റീച്ചൻ തിരിച്ചു വരുവാണ്. അപ്പോൾ ഞാൻ ബോൾമാൻ്റെ ഒരു ടീഷർട്ട് റീച്ചൻ ഇല്ലായിരുന്നു. അത് കണ്ടോ, ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കത് ബൾമാൻ, ചിലർ ബോൾമാൻ എന്ന് പറയും. എന്തായാലും അവരുടെ പ്രൊനൗൺസ് അവരവർക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം ആ ഒരു നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര വിലയുള്ളതാണെന്നേ. റീച്ചനാണെങ്കിൽ ഫുൾ കൈ ഉള്ള റീച്ചന്, പക്ഷേ അതിൻ്റെ ആ നെയിം വലിയ അക്ഷരത്തിലൊന്നും എഴുതുന്ന ഇഷ്ടമില്ല. ഞാൻ അവരുടെ സ്റ്റോറി പോയിട്ട് എത്ര നേരം തപ്പിപ്പിടിച്ചാൽ ചെറിയ അക്ഷരത്തിൽ എഴുതിയത്, ചെറിയൊരു ഇതേ ഉള്ളൂ അവരുടെ, വലുതായിട്ടൊന്നും അവരുടെ അതിനകത്ത് എഴുതിയിട്ടില്ല. റീച്ചന് ഭയങ്കര. അപ്പം എൻ്റെ അച്ചാച്ചനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കുക, ഇത്രയും വിലയാന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ അച്ചാച്ചൻ ചോദിക്കും, ഇതെന്ത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റീച്ചനാണെങ്കിൽ അത്രയും വലിയ അക്ഷരമൊന്നും ഇഷ്ടമല്ല. ഞാൻ അതിൻ്റെ അത്രയും വലിയ ലെറ്റേഴ്സിൻ്റെ ഒന്നും മേടിക്കാതിരുന്നത്. അപ്പം റീച്ചനാണെങ്കിൽ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, എൻ്റെ ദൈവം ഇത്രയും വിലയുടെ ടീഷർട്ടൊക്കെ എന്തിനാടാ മേടിച്ചത് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ അന്നേരം തൊട്ട് പറയുക, ഇട് മോനെ ഇടൊന്ന് കാണട്ടെ. അമ്മ പറഞ്ഞു, അയ്യോ ഇത്രയും വിലയുടെയൊക്കെ ആണോ ഇത്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ റീച്ചൻ എനിക്കൊന്ന് ഇട്ട് തരാമോ എന്ന് പറയുവാണ്. അപ്പോൾ റീച്ചൻ അത് എടുത്തിട്ട് എനിക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് തുടങ്ങണേ. എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. റീച്ചൻ പറയുക, ഞാൻ ചോദിച്ചു റീച്ചൻ എത്ര രൂപ, റീച്ചൻ വില എന്തിനാ അറിയുന്നേ, ഞാൻ മേടിച്ചതങ്ങ് ഇട്ടാൽ പോരെ എന്നൊക്കെ. എനിക്കറിയാം ഇതിൻ്റെ വില, കാരണം ഓൾറെഡി ഞാൻ ഫസ്റ്റല്ലേ ഇത് കണ്ടത്. അപ്പം നമുക്കറിയാമല്ലോ അതിൻ്റെ വില എന്തുവാണെന്നൊക്കെ. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമായി. ആക്ച്വലി ഇതൊന്നും മേടിച്ച് വെച്ചൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. കണ്ടോ ഒരു വള്ളത്തിൻ്റെ പോലെ, ഒരു ബോട്ട് വള്ളം പോലത്തെ ഒരു ഇതാണ്. എന്തൊരു ഭംഗിയാണെന്ന് പറയാം. അതിൻ്റെ കമ്മൽ കണ്ടോ, എനിക്ക് ഭയങ്കര അതൊരു പിങ്ക് കളർ, ഒരു ചെറിയ ഫ്ലവർ പോലെ. അതും ഗോൾഡ് തന്നെ കേട്ടോ, അതിൽ കളർ ഉണ്ടെന്നേ ഉള്ളേ.
സൂപ്പർ അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നമ്മളുടെ പടക്കം പൊട്ടീരാണ്. അത് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, തലയിലെല്ലാം അങ്ങനെ എൻ്റെ പപ്പായുടെ അമ്മയുടെയും കൂടെ എൻ്റെ അച്ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ പൂത്തിരി കത്തിച്ച് ഹാപ്പി ന്യൂ ഇയർ പാടി ഭയങ്കര സന്തോഷമായിരുന്നേ. കണ്ടോ സന്തോഷത്തോടെ ആ ഡാൻസൊക്കെ കളിച്ച്. ഞാൻ എന്ത് ചെയ്താലും അവരെൻ്റെ കൂടെ നിൽക്കും. ഞാൻ എന്ത് ചെയ്യുന്നോ അതുപോലെ അവരും ചെയ്യും. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ഡാൻസിൻ്റെയും ഒക്കെ ഒരു ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അമ്മ കാണിക്കുന്നതൊക്കെ എൻ്റെ അമ്മയ്ക്ക് എന്തൊരു സന്തോഷം. എൻ്റെ അമ്മയുടെ ചിരി കണ്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം. ഇതൊക്കെയല്ലേ എൻ്റെ പേരൻസിന് എനിക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പറ്റുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ജീവിതത്തിൽ തരുന്നുണ്ട്. ആ സന്തോഷവും ആ അനുഗ്രഹവും ഒക്കെ ഞാൻ ഒരുപാട് അറിഞ്ഞവളാണ്, ഞാൻ അനുഭവിച്ചവളാണ്. പേരൻസിനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് ഇപ്പം എല്ലാവർക്കും എല്ലാ രീതിയിലും പേരൻസിനെ സന്തോഷിപ്പിക്കാനോ നോക്കാനോ കൊടുക്കാനോ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമുക്കുള്ളതുപോലെ നമ്മുടെ പേരൻസിനെ നമ്മൾ കരുതണം. നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേരൻസിനെ, അതായത് ഭർത്താവിൻ്റെ പേരൻസിനെ ആയാലും ഭാര്യയുടെ പേരൻസിനെ ആയാലും അതുപോലെ കെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയുക, എൻ്റെ റീച്ചാനെ എൻ്റെ അച്ചാച്ചനെ അമ്മയെ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല എനിക്കറിയാവുന്ന എൻ്റെ ഒരാളുടെ ആൾക്കാരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഞാൻ പറയുന്നതിനേക്കാളും ഞാൻ എൻ്റെ പേരൻസിൻ്റെ കാര്യം പറയുന്നതിനേക്കാളും ചെയ്യുന്നതിനേക്കാളും എൻ്റെ റീച്ചാനെ അവരുടെ കാര്യങ്ങൾ നോക്കും. അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അവരെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കും, അവർക്ക് എങ്ങനെയൊക്കെ നന്മ കൊടുക്കാവോ അതെല്ലാം എൻ്റെ റീച്ചാൻ ചെയ്യും. എൻ്റെ റീച്ചാന് കണ്ണ് കിട്ടാതിരിക്കട്ടെ, ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് എൻ്റെ റീച്ചാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ തമ്പുരാൻ കൊടുക്കുന്നതെന്ന് ഞാൻ പരമമായിട്ട് വിശ്വസിക്കുന്നു. എനിവേ, എന്തായാലും ന്യൂ ഇയർ ക്രിസ്മസും എല്ലാം അടിച്ചു പൊളിച്ചു. ദൈവം ആയുസിൻ്റെ ഒരു ദിവസം കൂടെ തന്ന് ഈ നന്മയൊക്കെ കാണുവാനേ ദൈവത്തിന് കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ലോകമെമ്പാടും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ നടുവിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാവരെയും പോയി കരുതാനോ കൊടുക്കാനോ പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അവർക്ക് കൊടുക്കാം. അങ്ങനെ ആയിരിക്കുന്ന ഇത് കാണുന്ന ആർക്കെങ്കിലും അത്രയും വേദനയോടും വിഷമത്തോടും ഇരിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെയും അവസ്ഥ മാറ്റിത്തരും. അത് ഉറപ്പാണ്. നന്നായി പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളുടെ അവസ്ഥ മാറ്റിത്തരും. അപ്പം നമുക്ക് ബാക്കി പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത് കാണാവേ. അങ്ങനെ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായി കാണുന്നത് വരെയും ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ബൈ.